நமஸ்காரம் வணக்கம். எல்லோரும் எப்படி இருக்கீங்க? சுகம் தானே? இன்றைக்கி நம்ம வந்துட்டு ஒரு மெடிசனை குறித்து தான், ஷாப்போட அப்டேட்டு தான் இன்றைக்கி நான் வந்துட்டு வீடியோவில் சொல்ல போகிறது. அது எப்படி எனக்கு ஒரு கண்டென்ட், நானும் நிறைய வீடியோஸ் இடணும், நிறைய மெடிசனை குறித்து நிறைய வீடியோஸ் இடணும்னு சொல்லிட்டு ആഗ്രഹം ഉണ്ട്. പക്ഷേ ഇടാൻ ടൈം ഇല്ലാത്തത് കൊണ്ടായിട്ടില്ല. ഇന്ന് വന്നിട്ട് ഇവിടെ വന്ന ഒരു കസ്റ്റമർക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു മെഡിസിനെ കുറിച്ച് വീഡിയോ ഇടാം, കുറേ പേർക്ക് അത് മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ അവർ പറഞ്ഞത് വന്നിട്ട് യൂട്യൂബ് കണ്ടിട്ടാണ് ഇവിടെ വന്നതെന്ന്. പക്ഷേ യൂട്യൂബിലെ കുറേ പേര് തെരിഞ്ഞിടുന്ന തെരിയാതെ ഇടുന്നാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തെരിഞ്ഞാൽ മാത്രം വീഡിയോ ഇടുക, തെരിഞ്ഞില്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ഇടണ്ട. പക്ഷേ നമ്മൾ ഇന്ന് പറയാൻ വരുന്നത് വന്നിട്ട് കോഴിയുടെ വാക്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കോഴിക്ക് വന്നിട്ട് 4 പ്രാവശ്യം വാക്സിന്, അതായത് 3 വാക്സിൻ വന്നിട്ട് 7ാമത്തെ ദിവസം ഒരു വാക്സിൻ എടുക്കും, 14ാമത്തെ ദിവസം ഒരു വാക്സിൻ എടുക്കും, 21ാമത്തെ ദിവസം ഒരു വാക്സിൻ എടുക്കും. ഇതല്ലാണ്ട് നാടൻ കോഴിക്ക്, നമ്മൾ മുട്ടയിടുന്ന കോഴി, നാടൻ കോഴിയൊക്കെ വളർത്തുമല്ലോ വീട്ടിൽ, അതിന് വന്നിട്ട് 45ാമത്തെ ദിവസത്തിൽ ചിറകിൻ്റെ അടിയിൽ വന്നിട്ട് വാക്സിൻ എടുക്കും. അത് കഴിഞ്ഞിട്ട് ഒവ്വൊരു 6 മാസത്തിൽ ഒരിക്കൽ വാക്സിൻ എടുക്കും. ഇതാണ് കോഴിയുടെ വാക്സിൻ കുറിച്ച് ഉള്ളത്. 7ാമത്തെ ദിവസത്തിൽ ജനിച്ച 7ൽ എടുക്കുന്നത്, കോഴി വിരിഞ്ഞിട്ട് 7ാമത്തെ ദിവസത്തിൽ എടുക്കുന്നതാണ് ലസോട്ട. ഇതാണ് അറിയുന്നുണ്ട്, ലസോട്ട. ഇതാണ് വാക്സിന്. ഇത് വന്നിട്ട് കണ്ണിൽ ഒരു തുള്ളി, മൂക്കിൽ ഒരു തുള്ളി. ആദ്യത്തെ വാക്സിൻ മാത്രമേ അങ്ങനെ എടുക്കുന്നത് ലസോട്ടാവാണ്. ഇത് ചില പേര് അറിയാത്ത പേര് കടയിൽ പോയി ചോദിക്കണമെങ്കിൽ ലസോട്ടാണ് പറഞ്ഞാൽ മതി. ഇത് 7ാമത്തെ ദിവസം കണ്ണിൽ ഒരു തുള്ളി, മൂക്കിൽ ഒരു തുള്ളി ഇടുന്നത്. പിന്നെ വന്നിട്ട് 14ാമത്തെ ദിവസം IBD എന്ന് ചൊല്ലിയിട്ട് ഒരു വാക്സിൻ, IBD ജോർജിയ, IBD സ്റ്റെറൻ, അങ്ങനെയൊക്കെ കുറേ കണ്ടന്റ് ഉണ്ട്. പക്ഷേ IBD എന്ന് പറഞ്ഞാൽ മതി. ഇത് വന്നിട്ട് കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വന്നിട്ട് കുടിക്കുന്നത് എത്ര വെള്ളം വയ്ക്കുമെന്ന് കുറേ പേര് ഡൗട്ട് ഉണ്ടാവും. ഒരു ദിവസം അതിന് സാധാരണ എത്ര വെള്ളം കുടിക്കുമോ അതിനെന്ത് പകുതി വെള്ളം വെച്ചിട്ട് ഈ മെഡിസിനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആ വെള്ളം തീർന്നതിന് ശേഷം നമ്മൾ കുടിക്കുന്നതിക്ക് സെപ്പറേറ്റ് ആ വെള്ളം വയ്ക്കും. ഇതാണ് 2ാമത്തെ ദിവസം എടുക്കുന്ന 2ാമത്തെ വാക്സിൻ, അതായത് 14ാമത്തെ ദിവസം എടുക്കുന്ന വാക്സിൻ. പിന്നെ വന്നിട്ട് 21ാമത്തെ ദിവസത്തിൽ നമ്മളിവിടെ എനിക്ക് പറഞ്ഞവർ ഡോക്ടർ പറഞ്ഞ IBD തന്നെ 21ാമത്തെ ദിവസത്തിൽ വീണ്ടും കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതാണ് പ്രോപ്പറാ കോഴിക്ക് എടുക്കുന്ന 3 വാക്സിന്. ഇത് വാക്സിനെന്ന് പറയും, പക്ഷേ ഇത് കുടിക്കുന്ന വെള്ളത്തിലെയും ആദ്യം ഉള്ളത് കണ്ണിലെയും മൂക്കിലെ ഒളിക്കാനുള്ള ഡ്രോപ്പാണ്. ഇതിൻ്റെ കൂടെ ഇപ്പം ഇത് ലിക്വിഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ചെറിയ ബോട്ടിൽ വരും, അതും കൂടെ 2 മിക്സ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഈ ലിക്വിഡും ഈ മെഡിസിനും കൂടെ ഇതിൽ വന്നിട്ട് ഒരു ടാബ്ലറ്റ് പോലെയാണ് കാണും. ഈ ടാബ്ലറ്റ് പോലുള്ളത് 2 പൊട്ടിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലായാലും ശരി, കണ്ണിൽ ഒളിക്കേണ്ടതായിരുന്നാലും ശരി, അങ്ങനെ എടുക്കുന്നത്. പിന്നെ 45ാമത്തെ ദിവസത്തിൽ കോഴിക്ക് കുത്തി വയ്ക്കാനുള്ളത് ചിറകിൻ്റെ അടിയിൽ കുത്തി വയ്ക്കണം. 0.5 ml ആണ് ഇതിൻ്റെ ലിക്വിഡ്. பார்த்தீங்கன்னா 50 ml இருக்கும். 50 ml വന്നിട്ട് 100 കോഴിക്ക് എടുക്കാൻ പറ്റും. അതിലേ നിങ്ങൾക്ക് അറിയാൻ പറ്റും 0.5 ഒരു കോഴിക്ക് എടുക്കണം. ചില പേര് ഇവിടെ വന്നിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്, 6 മാസം കഴിഞ്ഞതുക്ക് 0.5 എടുക്കണോ ഇല്ല അതിൽ നിന്ന് കൂടുതൽ എടുക്കണോ എന്ന് ചോദിക്കും. 45 ദിവസം കഴിഞ്ഞാൽ അതിന് എത്ര പ്രായമാണാലും നിങ്ങൾ 0.5 മാത്രമേ എടുക്കാറുണ്ട്. ഇത് 6 മാസത്തിലൊരിക്കൽ പ്രതിരോധ ശക്തിന് വേണ്ടി ഇത് എടുക്കണം. മനസ്സിലായ? ഇത്ര തന്നെ കോഴിയുടെ വാക്സിനാണ് എടുക്കേണ്ടത്. ഇന്ന് ഞാൻ എല്ലാ അനിമൽസെ കുറിച്ച് എനിക്ക് അറിഞ്ഞ വീഡിയോസ് എല്ലാം ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യാമേ. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക. നമ്മൾ വന്നിട്ട് ഒരു ഇൻസ്റ്റാ പേജും ഉണ്ട്, ന്യൂറോസ് വെറ്റിനറി മെഡിക്കൽസിന് ഇൻസ്റ്റാ പേജും ഉണ്ട്. അതിൽ പോയാൽ നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഒക്കെ കിട്ടും. അതല്ലാത്തവർ കമൻറ്റ് ഇടുക, അതിലുള്ള നമ്പർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. ഏത് ഡൗട്ടായിരുന്നാലും മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുവേ. കുറേ പേര് ഇപ്പം ഇന്ന് വന്ന ഒരു കസ്റ്റമർ അവർക്ക് അബദ്ധം പറ്റിയത്, ആദ്യത്തേത് ലസോട്ട കൊടുത്ത്, രണ്ടാമത്തേത് യൂട്യൂബിൽ ആരോ ലസോട്ട തന്നെ പറഞ്ഞിട്ടുണ്ട്, IBD പറഞ്ഞിട്ടുണ്ട്, അത് കണ്ണിലെയും മൂക്കിലെ ഒളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് കുടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ഇതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് കോഴി വളർത്താനായിട്ട് ആഗ്രഹമുള്ളവർ എല്ലാവരും ഈ 3 ഇഞ്ചക്ഷനും എടുക്കുക. അതിന് ഒരു അസുഖം വരാതെ നമ്മൾ വന്നിട്ട് അത് നോക്കാൻ പറ്റും. ഇത് ഫസ്റ്റുള്ള ഇഞ്ചക്ഷൻ മനസ്സിലാക്കുക. വീണ്ടും പറയുക, കുറേ പേർക്ക് ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയുക. ഫസ്റ്റുള്ളത് ലസോട്ട, രണ്ടാമതുള്ളത് IBD, മൂന്നാമതുള്ളത് IBD, 4ാമത് 45 ഡേയ്സിൽ വന്നിട്ട് ഇതെടുക്കുന്നത് R2B. മാക്സിമം ഈ ബ്രോയിലർ കോഴിയൊക്കെ ഉണ്ടല്ലോ, ഈ വളർത്തി വിൽക്കാനുള്ള, അവർ 30 ദിവസത്തിൽ വിൽക്കാനൊക്കെ കൊണ്ടുപോകും. 35 ദിവസത്തിൽ അതിൻ്റെ വെയിറ്റ് 3 കിലോ 3 കിലോ ഒക്കെ വരുമ്പോൾ അത് വിൽക്കാൻ കൊണ്ടുപോകും. അവർക്കൊക്കെ മസ്റ്റ് 3 വാക്സിൻ ആ കോഴിക്കൊക്കെ എടുക്കും. എന്നാൽ പെട്ടെന്ന് ഒരു കോഴിക്ക് അസുഖം വന്നാൽ പെട്ടെന്ന് എല്ലാത്തിനും സ്പ്രെഡായി ചത്തുപോകും. അതുകൊണ്ട് ഈ ലസോട്ട IBD ഈ 2 വാക്സിനും മസ്റ്റായിട്ട് എടുക്കണം. 7ൽ 14ൽ 21ൽ ഈ 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് അസുഖങ്ങളൊക്കെ വരാതെ നിൽക്കും. ഇത് ഏതാவது ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ മെഡിസിനെ
കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇടാമേ. ഈ വീഡിയോ കണ്ടിട്ടും മനസ്സിലാവാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കുക ഏതൊക്കെ മെഡിസിൻ എത്രാമത്തെ ദിവസത്തിൽ കൊടുക്കണമെന്ന് ചൊല്ലിയിട്ട് ഞാൻ എഴുതി വെക്കാമേ. അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടാമേ. പിന്നെ നമ്മൾ ഷോപ്പോടെ ഡീറ്റെയിൽസും ഇടാം, പിന്നെ കോൺടാക്ട് നമ്പറും ഇടാം. നിങ്ങൾ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കോൺടാക്ട് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക. പിന്നെ വന്നിട്ട് ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളുടെ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കാനെ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോഴേ നമ്മൾ ഇടുന്ന ഒவ்வொரு വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾ ഫ്രണ്ടിൽ വന്ന് വിടും. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വീഡിയോ ഇടത്തില്ല. നിങ്ങൾക്കുള്ള എല്ലാ ലെന്ത് വീഡിയോയും ഈ മെഡിസിനെ കുറിച്ച് വെറ്റിനറി ഫീൽഡിനെ കുറിച്ചാണ് എല്ലാ വീഡിയോസും ഇടത്തുള്ളൂ. നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ